CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂടിക്കാഴ്ചയും കുടമാറ്റവുമായി തൂതപ്പൂരത്തെ വരവേൽക്കാനൊരുങ്ങി പുഴയോര ഗ്രാമങ്ങൾ. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല തിങ്കളാഴ്ചയും പൂരം ചൊവ്വാഴ്ചയും ആഘോഷിക്കും. AB വിഭാഗങ്ങളിൽ 15 വീതം ആനകൾ ഉത്സവത്തിന് അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. 1,39,500 ഹാൻഡ്സ് പാക്കറ്റുകളാണ് പോലീസ് സംഘം പിടികൂടിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ താരങ്ങളായി പാവക്കൂട്ടങ്ങൾ. ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാവനാടകങ്ങൾ അരങ്ങേറിയത്. കഥകളി നടൻ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ 60ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ പുറപ്പാട് നടന്നു. കുട്ടിക്കൃഷ്ണന്റെ 60 ശിഷ്യരാണ് ഒരുമിച്ച് വിവിധ വേഷങ്ങളായി അരങ്ങിലെത്തിയത്. കൂടിക്കാഴ്ചയും കുടമാറ്റവുമായി തൂതപ്പൂരത്തെ വരവേൽക്കാനൊരുങ്ങി പുഴയോര ഗ്രാമങ്ങൾ. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല തിങ്കളാഴ്ചയും പൂരം ചൊവ്വാഴ്ചയും ആഘോഷിക്കും. AB വിഭാഗങ്ങളിൽ 15 വീതം ആനകൾ ഉത്സവത്തിന് അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഇത്തവണ ഇരുവിഭാഗങ്ങളും അലങ്കാരപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ആനകളും വാദ്യകലാകാരന്മാരും ഉത്സവത്തിനെത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റും. A വിഭാഗത്തിന് കുട്ടൻകുളങ്ങര അർജുനനും B വിഭാഗത്തിന് തെച്ചിക്കോട്ട് രാമചന്ദ്രനും തിടമ്പേറ്റും. കേരളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ ആനകളും ഈ വർഷം അതും മോഹവിലയിലാണ് എല്ലാ ആനകളും തൂതപ്പൂര ആഘോഷത്തിലേക്ക് പങ്കാളികളാകാൻ എത്തുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ, തൃക്കടവൂർ ശിവരാജുവിനെ പോലെ, പുതുപ്പള്ളി കേശവനെ പോലെ, എറണാകുളം ശിവകുമാർ, കുട്ടൻകുളങ്ങര അർജുനൻ പോലുള്ള ഏറ്റവും വലിയ ആനകൾ, ഗുരുവായൂർ നന്ദനെ പോലെ, ഊക്കൻസ് കുജുവിനെ പോലുള്ള വലിയ ആനകൾ തന്നെയാണ് ഈ വർഷം തൂതപ്പൂരത്തിൽ പങ്കെടുക്കുന്നത്. A വിഭാഗത്തിൽ 15, B വിഭാഗത്തിൽ 15 30 ആനയും ദേവസ്വത്തിൻ്റെ എറണാകുളം ശിവകുമാർ എന്ന ഒരാനയും ചേർന്ന് 31 ആനയാണ് ഈ വർഷം തൂതപ്പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ എറണാകുളം ശിവകുമാർ അതും ഒരു ചരിത്രമാണ്. കാരണം തൂതപ്പൂരത്തിന് 10 അടിക്ക് മുകളിലുള്ള ഒരു ആന ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഭഗവതിയുടെ കോലമേറ്റുന്നത്. എറണാകുളം ശിവകുമാർ നമുക്കൊക്കെ അറിയാം, പൂരനായകനാണ്. അതുപോലെ തന്നെ നമ്മുടെ വിളംബര നായകനാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും നല്ല രീതിയിലുള്ള പൂരം ഒരുക്കാനാണ് പൂരാഘോഷ കമ്മിറ്റി ശ്രമിക്കുന്നത്. വാദ്യകാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പെരുവനം കുട്ടന്മാരുടെ പ്രമാണത്തിൽ വാദ്യ കുലപതികളാണ് തൂതപ്പൂരത്തിന് നാഗത്തറ മേളത്തിന് പങ്കാളികളാകുന്നത്. വെള്ളിത്തുരുത്തി ഉണ്ണിനായർ, തിരുവല്ല രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ പനമണ്ണ ശശി പോലുള്ള കേരളത്തിലെ എളപ്പായ നന്ദനെ പോലുള്ള കേരളത്തിലെ എണ്ണം പറഞ്ഞ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും കൊട്ടിത്തെളിഞ്ഞ മഹാരഥന്മാർ വന്നു കൊട്ടുന്നു. അതുപോലെ തന്നെ പഞ്ചവാദ്യത്തിലേക്ക് വരികയാണെങ്കിൽ കാളവേല ദിവസം കോങ്ങാട് മധുവിൻ്റെ പ്രമാണത്തിലാണ് പഞ്ചവാദ്യം. നമുക്കറിയാം, മടത്തൽ വരവിൻ്റെയൊക്കെ പ്രമാണിയാണ് കോങ്ങാട് മധു. അദ്ദേഹത്തിൻ്റെ പ്രമാണത്തിലാണ് പഞ്ചവാദ്യം നടക്കുന്നത്. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും തൂതപ്പൂരം ഏറ്റവും ഭംഗിയാക്കി നടത്താനുള്ള ശ്രമങ്ങളുമായിട്ടാണ് പൂരാഘോഷ കമ്മിറ്റി പോകുന്നത്. ഇത്തവണയും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൂരം കാണുന്നതിന് സ്ത്രീ സൗഹൃദ പവലിയൻ, നഗരസഭയുടെ ബയോ ടോയ്ലറ്റ് സൗകര്യം, കുടിവെള്ള വിതരണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഈ പൂരാഘോഷ കമ്മിറ്റി പൂരപ്രേമികൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ പരമാവധി ഒരുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി, സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായി പൂരാഘോഷം വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവലിയൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പശ്ശേരി നഗരസഭയുടെ സഹായത്തോടു കൂടി ടോയ്ലറ്റ് കോംപ്ലക്സ്, ബയോ ടോയ്ലറ്റ് കോംപ്ലക്സ്, അതുപോലെ തന്നെ കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടും ചെറുപ്പശ്ശേരി നഗരസഭയുടെ ഭാഗത്തുനിന്നായിട്ട് കുടിവെള്ള വിതരണം തുടങ്ങിയ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ട്രാഫിക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ
മാധ്യമ സുഹൃത്തുക്കൾ വളരെ നന്നായി കൊടുത്തുകൊണ്ട് സഹകരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കൃത്യമായി സുരക്ഷിതത്തോടുകൂടി പൂരം ആസ്വദിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ പവലിയൻ ഉൾപ്പെടെ, അതിൽ ശ്രീ പവലിയനിലെ കുടിവെള്ളം, ലഘുഭക്ഷണം ഉൾപ്പെടെ, അതായത് അവിടെ വരുന്ന സ്ത്രീകൾക്ക് ലഘുഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ഇതിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പൂരപ്പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്നതിന് പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടി LED വാൾ സൗകര്യം, ആനകളെ ബാരിക്കേഡ് കെട്ടി പിന്നെ ആനകളുടെ അടുത്തേക്ക് പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിന് ഇത്തരത്തിൽ പോലീസും അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടം വനംവകുപ്പൊക്കെ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും നമ്മൾ പൂരപ്പറമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച കാളവേല ആഘോഷിക്കും. വൈകിട്ട് 5-ന് തട്ടകദേശങ്ങളിൽ നിന്ന് 45-ലേറെ ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷത്തിന്റെയും ചവിട്ടുകളിയുടെയും അകമ്പടിയിൽ തൂതക്കാവിലെത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാത്തിനും വളരെ നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തി എല്ലാ വിഭാഗം ആളുകളുടെയും മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് എല്ലാ കാര്യങ്ങളും താഴെത്തട്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം കമ്മിറ്റി സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ കാളവേല പൂരാഘോഷവും ആറാട്ട് ഉൾപ്പെടെയുള്ള വരുന്ന 3-4 ദിവസത്തെ പരിപാടികൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഏറ്റവും ഭംഗിയായി, ഏറ്റവും സമാധാനപരമായി നമ്മുടെ രാജ്യം വളരെ വലിയൊരു പ്രശ്നത്തെ നേരിട്ടുകൊണ്ട് രാജ്യം യുദ്ധമുഖത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യം നിൽക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അവിടെ യുദ്ധത്തിൽ നമുക്ക് വേണ്ടി പോരാടുന്ന ധീര ജവാന്മാരെ ഒക്കെ അവരൊക്കെ സ്മരിച്ചുകൊണ്ട് അവർക്ക് കൂടി ഈ അവസരത്തിൽ അവരെ കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ പൂരാഘോഷ പരിപാടി നിശ്ചയിച്ച പോലെ മുന്നോട്ട് പോകാൻ എല്ലാവിധ സഹായങ്ങളും ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുക. തൂത പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി അനന്തനാരായണൻ, സെക്രട്ടറി PV സാജൻ, ചീഫ് കോർഡിനേറ്റർ P സുഭീഷ്, ഭാരവാഹികളായ P ജയൻ, M മനോജ്, V കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. തൂതപൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കാറൽമണ്ണ് A വിഭാഗം പൂരാഘോഷ കമ്മിറ്റി. തലയെടുപ്പുള്ള 15 ഗജവീരന്മാർ A വിഭാഗത്തിൽ ഉത്സവത്തിന് അണിനിരക്കും. ഇത്തവണ പൂരം ദിവസം രാവിലെ ആനപ്പൂരവും പഞ്ചാരിമേളവും നടക്കും. കാറൽമണ്ണ് തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ A വിഭാഗത്തിന്റെ ചമയ പ്രദർശനം തിങ്കളാഴ്ച രാവിലെ 9 മുതൽ രാത്രി 7:30 വരെ നടക്കും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയങ്ങളാണ് പ്രദർശിപ്പിക്കുക. തൂതപ്പൂരം ദിവസമായ 13-ന് 10-ന് കാറൽമണ്ണ് ആനപ്പന്തലിൽ ആനപ്പൂരമുണ്ടാകും. പഞ്ചാരിമേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ പ്രമാണിയാകും. കുടമാറ്റവുമുണ്ടാകും. 13-ാം തീയതി രാവിലെ ഇപ്പോൾ കാലഘട്ടങ്ങളായി നമ്മുടെ പൂരത്തിന്റെ മാറ്റ് അല്ലെങ്കിൽ പൂരത്തിന്റെ മാറ്റ് കുറയുന്ന തരത്തിൽ പൂതപ്പൂരത്തെ പോലെ 15 ആന അടിനിരത്തിക്കൊണ്ട് 30 ആന അടിനിരത്തിക്കൊണ്ടുള്ള പൂരത്തിന് മേളത്തിന് ഏറെ പ്രശസ്തി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മേളത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു തരത്തിൽ നമ്മുടെ പൂരം പോകുന്നുണ്ട്. ചെണ്ടമേളത്തിന് ഇത്രയും നല്ലൊരു പൂരം ഉണ്ടാകുമ്പോൾ അപ്പം അതിന് മേളത്തെ പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി കാറൽമണ്ണ് A ഭാഗം കല്ലൂർ ഉണ്ണീഷ്ണമാരാരുടെ നേതൃത്വത്തിൽ 13-ാം തീയതി രാവിലെ 10 മണിക്ക് കാറൽമണ്ണ് സെൻട്രൽ എവിടേക്കും എഴുന്നള്ളിക്കുന്നില്ല, അവിടെ സെൻട്രലിൽ നിന്ന് 1 മണിക്കൂർ 10 to 11 മണി വരെ അവിടുത്തെ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ മേളത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കല്ലൂർ ഉണ്ണീഷ്ണമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേള നടക്കും. അതിനുശേഷം കൂതയിൽ പത്മശ്രീ പെരുമനം കുട്ടമാരാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂടിമേളത്തിന് A ഭാഗത്തിന്റെ മേളപ്രമാണിയായിട്ടും കല്ലൂർ ഉണ്ണീഷ്ണമാരാരാണ് ആ മേളത്തിൽ പങ്കെടുക്കുന്നത്. അത്തരത്തിൽ ഈ വർഷത്തെ തൂതപ്പൂരം അതിവിപുലമായ രീതിയിലും വളരെയധികം ആഘോഷപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ A ഭാഗം വലിയ ആനകളൊന്നും അണിനിരത്തിയില്ലെങ്കിലും A ഭാഗം ഒറ്റത്തടമ്പിൽ വലിയ ചന്തത്തോടു കൂടി അടുക്കും ചിട്ടയോടുകൂടി പൂരം ഭംഗിയായി നടത്താൻ ആഗ്രഹിക്കപ്പെടുമ്പോൾ കേരളത്തിലെ എണ്ണം പറഞ്ഞ ആനകളെ കൊണ്ടുവന്നുകൊണ്ട് ശക്തിയുക്തമായി, അതായത് കേരളത്തിൻ്റെ ആനശക്തി തെളിയിക്കുന്ന ഒരു തരത്തിൽ ബിയും അവിടെ 15 ആന അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാർ, കേരളത്തിൽ ഇനി ഒരു ആനയും അതായത് കേരളത്തിൽ പ്രഗത്ഭമായ ഒരു ആനയും ഈ വരാത്ത തരത്തിൽ തൂതയിൽ എല്ലാ ആനകളും പങ്കെടുക്കും. ഇനി ഒരു വലിയ ആന പങ്കെടുക്കാൻ തൂതയിലില്ല. അത്തരത്തിലുള്ള ആനശക്തി കൊണ്ടും മേളപ്രമാണം കൊണ്ടും വളരെയധികം പൊലിമയാർന്ന രീതിയിൽ നമ്മുടെ തൂതപ്പൂരം 2025 ആഘോഷിക്കുന്നു. A വിഭാഗം കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലിക്കൽ മുരളി, സെക്രട്ടറി K രാജു, ഭാരവാഹികളായ V ഹരിദാസ്, P ജയൻ, അജിത് കുമാർ, ഹരിദാസൻ, ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കേരളത്തിലെ 15 പ്രമുഖ ഗജവീരന്മാരെ തൂതപ്പൂരത്തിന് B വിഭാഗം അണിനിരത്തുമെന്ന് ഭാരവാഹികൾ. റെക്കോർഡ് തുകയിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ,
തൃക്കടവൂർ ശിവരാജു എന്നീ ആനകൾ എത്തുക. പൂരത്തിന് മുന്നോടിയായി ചമയ പ്രദർശനവും അലങ്കാര പന്തലും തൂതയിൽ ഒരുങ്ങി. 12.12 ലക്ഷം രൂപയ്ക്കാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വിഭാഗത്തിലെത്തുന്നത്. അത് ആ ആനയെ എത്തിച്ചത് വടക്കുമുറി ദേശമാണ്. അതുപോലെ തന്നെ മറ്റൊരു ലേലത്തിലാണ് രണ്ടാമത്തെ ആനയായ വിഭാഗത്തിലെ തൃക്കടവൂർ ശിവരാജു 6.6 ലക്ഷം രൂപയ്ക്കാണ് തൃക്കടവൂർ ശിവരാജു വിഭാഗത്തിലെത്തുന്നത്. ആ ആനയെ എത്തിച്ചത് കിഴക്കേ തെക്കുമുറി പുരാഘോഷ കമ്മിറ്റിയാണ്. അങ്ങനെ ആ കമ്മിറ്റികൾ തമ്മിൽ വിഭാഗത്തിലെ കമ്മിറ്റികൾ തന്നെ വളരെ ഒരു സ്ട്രോങ് ആയ ഒരു മത്സരം നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഗജനിരയെ വിഭാഗത്തിന് ഇപ്രാവശ്യം തൂതപ്പൂരത്തിന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രയും ഒരു ശക്തമായ ഒരു ഗജനിര തൂതപ്പൂരത്തിന് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ശക്തമായൊരു ആനകളുടെ ഒരു ലൈനപ്പ് ഉണ്ടാവല് ദുർലഭമാണ് സംഭവിക്കുക. അത് ഇപ്രാവശ്യം വിഭാഗത്തിൽ തന്നെ പുതിയ ഒരു ആന എന്നോ കുറച്ച് കാലങ്ങളായിട്ട് വരാത്തൊരാന ഗുരുവായൂർ നന്ദൻ. അത് സ്പെഷ്യൽ ഗസ്റ്റാണ്. മറ്റാനകളൊക്കെ സ്ഥിരമായിട്ട് വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ഏറെക്കുറെ ആനകളാണെങ്കിൽ കൂടി ഗുരുവായൂർ നന്ദൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വിഭാഗത്തിലെത്തുന്നത്. അപ്പോൾ ആനകളുടെ വലിയൊരു നിരയാണ്. ആനകൾ തന്നെയാണ് സ്പെഷ്യൽ വിഭാഗത്തിൽ. ഞായറാഴ്ച വൈകിട്ട് 4-ന് തൂത സർഗ ഓഡിറ്റോറിയത്തിൽ ബി വിഭാഗത്തിന്റെ ചമയ പ്രദർശനം ആരംഭിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചമയങ്ങളാണ് പ്രദർശിപ്പിക്കുക. അലങ്കാര പന്തലും തൂതയിൽ ഒരുങ്ങി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങി കേരളത്തിലെ 15 പ്രമുഖ ഗജവീരന്മാർ ബി വിഭാഗത്തിൽ അണിനിരക്കും. കേരളത്തിന്റെ വ്യതിയാനായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അതുപോലെ തൃക്കടവൂർ ശിവരാജു, പുതുപ്പള്ളി കേശവൻ, എസ് കെ അനന്തപത്മനാഭൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പൂട്ടോളി അനന്തൻ, ഗുരുവായൂർ നന്ദൻ, അതുപോലെ പൂക്കൻസ് കുഞ്ചു, കിരൺ നാരായണൻകുട്ടി, പാമ്പാടി സുന്ദരൻ, മച്ചാട് ജയറാം, ഉദയൻ, മംഗലാകുന്ന് ഗണേശൻ തുടങ്ങി 15 ആനകളെയാണ് വിഭാഗം അണിനിരത്തുന്നത്. ബി വിഭാഗം കമ്മിറ്റി പ്രസിഡന്റ് പി പ്രതീഷ്, സെക്രട്ടറി കെ അശോകൻ, ട്രഷറർ കെ സുരേന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി പി ശിവചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. 1,39,500 ഹാൻഡ്സ് പാക്കറ്റുകളാണ് പോലീസ് സംഘം പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും ആനമൂളിയിൽ പെട്രോൾ പമ്പിന് സമീപമുള്ള പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ പരിശോധനയ്ക്കെത്തിയത്. ഇവിടെ നിന്നും 93 വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച 1,39,500 ഹാൻഡ്സ് പാക്കറ്റുകളാണ് മണ്ണാർക്കാട് SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. മണ്ണാർക്കാട് കുന്തിപ്പുഴ സ്വദേശി നമ്പ്യത്ത് നാണിപ്പ എന്ന നൌഷാദിന്റെ ഉടമസ്ഥതയിലാണ് കെട്ടിടം. മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ആനമൂളി പെട്രോൾ പമ്പിന് സമീപം ഉള്ള ഒരു പൂട്ടിക്കിടക്കുന്ന ബില്ലിൽ നിന്നും 93 ചാക്ക് ഹാൻഡ്സ് പിടിച്ചെടുത്തിട്ടുള്ളതാണ്. 93 ചാക്കുകളിലായിട്ട് 1,39,500 പാക്കറ്റുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ ബിൽഡിങ് കുന്തിപ്പുഴയിലുള്ള നമ്പ്യത്ത് നൌഷാദ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിംഗാണ്. ആളെ വിളിച്ചു വരുത്തി ബാക്കിയുള്ള നടപടികളാണ് പോലീസ് എടുക്കുന്നത്. CCN മണ്ണാർക്കാട്. കഥകളി നടൻ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ 60ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ പുറപ്പാട് നടന്നു. കുട്ടിക്കൃഷ്ണന്റെ 60 ശിഷ്യരാണ് ഒരുമിച്ച് വിവിധ വേഷങ്ങളായി അരങ്ങിലെത്തിയത്.
ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തു നടന്ന മെഗാ പുറപ്പാടിൽ റിട്ടയർഡ് ജീവനക്കാരും വിദേശത്തു നിന്നെത്തിയവരും കുട്ടികളും പങ്കെടുത്തു. കെ പ്രേംകുമാർ MLA പിറന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. സമർപ്പിതമായി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കലയെയും കലാരൂപത്തെയും പുതിയ നിലയിൽ നാടിന് വിസ്മയം തീർത്തുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരവസരമൊരുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഘാടകർ ചെയ്തിട്ടുള്ളത്. കഥകളി കേരളം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ക്ലാസിക്കൽ കലാരൂപമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. പലയിടത്തും നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്നത് സർക്കാരുകൾ, വിശേഷിച്ച് ഡൽഹിയിലെല്ലാം നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഘോഷയാത്രയിലെല്ലാം മുഖമായി മുന്നോട്ട് വയ്ക്കുന്നത് കഥകളിയെയാണ്. കഥകളി മലയാളികളുടെ മുദ്രയായി കൂടി അഭിമാനമായി കൂടി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് നിശ്ചയമായും പറയാനും സാധിക്കും. ഉദ്ഘാടന പ്രസംഗം അധികം നീണ്ടുപോകേണ്ടതില്ല എന്ന് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് പുറപ്പാടിനുള്ളവരെല്ലാം തയ്യാറായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ അത്ര ആഴത്തിൽ കഥകളിയെ സംബന്ധിച്ച് സംസാരിക്കാൻ അശക്തനുമാണ്. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ, പൊതുപ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായി കലയെയും കലാപ്രവർത്തനങ്ങളെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കാണുകയും അതിൽ പുരോഗമനപരമായ ഒരു തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനും എളിയ ജനപ്രതിനിധിയുമാണ്. പുരോഗമനപരമെന്ന് ഉദ്ദേശിച്ചത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ KC നാരായണൻ, CC ജയശങ്കർ, നെടുമ്പള്ളി അഷ്ടമൂർത്തി നമ്പൂതിരി, KB രാജാനന്ദ്, പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ജിതേഷ്, M സുകുമാരൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ മാംഗോ ഡേയ്സ് മാംഗോ ഫെസ്റ്റിന് തുടക്കമായി. 20-ൽ പരം വ്യത്യസ്ത ഇനം മാങ്ങകളാണ് ഫെസ്റ്റിലുള്ളത്. എല്ലാവിധ മാമ്പഴങ്ങളുടെയും വിവിധങ്ങളായ വെറൈറ്റി മാമ്പഴങ്ങൾ ഫെസ്റ്റിന്റെ ഭാഗമായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിൽ മെയ് 10 മുതൽ 18 വരെ ലഭ്യമാകും. 20-ൽ പരം വ്യത്യസ്ത ഇനം മാങ്ങകളാണ് ഫെസ്റ്റിലുള്ളത്. വിവിധ രാജ്യങ്ങളിലെ വിവിധ തരം മാങ്ങകളും ഫെസ്റ്റിലുണ്ട്. കൂടാതെ മാങ്ങകൾ കൊണ്ടുള്ള 100-ലധികം തരം ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്.
മാങ്ങയിട്ടുള്ള മീൻകറിയും മാങ്ങ അച്ചാറുകളും മാങ്ങ ജ്യൂസ്, മാങ്ങ കേക്ക്, മാങ്ങ പുഡിംഗ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളും കേരളത്തിലെ എല്ലാ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റുകളിലും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വിവിധ തരം മാങ്ങകൾ വിലക്കുറവിൽ വാങ്ങാനുള്ള അവസരമാണ് ഇതെന്നും എല്ലാ ഉപഭോക്താക്കളും ഈ അവസരം വിനിയോഗിക്കണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഓപ്പൺ ആയിട്ട് ഇന്നേക്ക് 25 ദിവസം തീരുകയാണ്. അതിനോടനുബന്ധിച്ച് കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ മാംഗോ ഡേയ്സ് എന്ന പേരിൽ ഒരു മാമ്പഴ ഫെസ്റ്റിവൽ ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇനോഗ്രേഷൻ ആണ് ഇപ്പോൾ നടന്നത്. 20ഓളം വെറൈറ്റി മാംഗോകളും മാംഗോ അനുബന്ധപ്പെട്ട സാധനങ്ങളാണ് ഈ ഫെസ്റ്റിവലിൽ ഉള്ളത്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളെയും നമ്മൾ ഈ മാംഗോ ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ മാംഗോ ഫെസ്റ്റ് മെയ് 10th മുതലേക്ക് മെയ് 18th വരേക്കുമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കേരളത്തിലുള്ള നമ്മുടെ 12 സ്റ്റോറുകളിലും ഈ മാംഗോ ഫെസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഒരുപാട് വെറൈറ്റി മാംഗോസ് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു മാംഗോ ഫെസ്റ്റ് ഇതിനകത്ത് മാത്രം നിൽക്കുന്നതല്ല, ഫ്രഷ് ആൻഡ് ഫുഡ് വെജിറ്റബിളിൽ മാത്രം നിൽക്കുന്നതല്ല, എല്ലാ കാറ്റഗറിക്കകത്തും നമ്മുടെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ഫുഡ് സെക്ഷൻ, അതുപോലെ തന്നെ ബേക്കറി സെക്ഷൻ, പിന്നെ കൂടാതെ മാംഗോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അത് മാംഗോ കട്ട് ചെയ്യാനുള്ള നമ്മുടെ നൈഫ് തൊട്ടിട്ട് അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ, നമ്മുടെ മിക്സർ, ജ്യൂസർ തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ഈ മാംഗോ ഫെസ്റ്റിന്റെ പാർട്ടായിട്ട് കസ്റ്റമേഴ്സിന് ഇന്ന് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് മാംഗോ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മികച്ച പ്രതികരണമാണ് മാമ്പഴം ഫെസ്റ്റിന് ലഭിക്കുന്നത്. നമുക്കിപ്പോ പെരുന്തൽമണ്ണ വേറൊരു ഷോപ്പിലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്പ് മാംഗോസ് ഉണ്ട്. ഒരുപാട് റുമാനി ആയാലും സിന്ദൂരം ഒക്കെ വളരെ റേറ്റ് കുറവായിട്ട് ഇവിടെ കൊടുക്കുന്നത്. സോ ഞാനിപ്പോ ഒരു 6th ടൈപ്പ് മാംഗോ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. 4 കൊണ്ട് വെച്ചു, രണ്ടാമത്തെ ബാക്കി സെക്ഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. ഐ ലവ് മാംഗോസ്. താങ്ക് യു. ആക്ച്വലി ഞങ്ങൾ തമിഴ്നാട്ടിൽ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ മാംഗോ ഫസ്റ്റ് കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയതാ. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇതിനൊക്കെ ഭയങ്കര റേറ്റാണ്, നല്ല റീസണബിൾ റേറ്റാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. തലശ്ശേരിയാണ് വീട്. എല്ലാവിധ ഐറ്റംസും ഉണ്ട് ഇവിടെ. മാംഗോ ചെമ്മീന്, മാംഗോ ഫിഷ്, മാംഗോ ചിക്കൻ, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. പിന്നെ മാങ്ങകൾ തന്നെ പലവിധ ഐറ്റംസും ഉണ്ട്. എല്ലാതും നല്ല വളരെ സുലഭമായി നല്ല വില കുറവിൽ തന്നെ ഇത് ലഭ്യമാണ്. എല്ലാവരും വന്ന് വാങ്ങുക. CCN പെരിന്തൽമണ്ണ. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിൽ ശനിയാഴ്ച പ്രദർശനത്തിനെത്തിയത് ഒരു അഗ്രോബോട്ടാണ്. തീപിടുത്തം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ മെഷീന് തീയണയ്ക്കാൻ സാധിക്കും. തീപിടുത്തം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ മെഷീന് തീയണയ്ക്കാൻ സാധിക്കും എന്നാണ് ഈ മെഷീൻ വികസിപ്പിച്ചെടുത്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാമിൽ പറയുന്നത്. വള്ളിക്കുന്ന് CBHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഷാമിൽ. പ്ലേ സ്റ്റോറിലുള്ള ആർഡിനോ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയാണ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഈ ആപ്ലിക്കേഷൻ ബ്ലൂടൂത്ത് വഴി മെഷീനുമായി കണക്ട് ചെയ്താണ് പ്രവർത്തിപ്പിക്കേണ്ടത്. 360 ഡിഗ്രിയിൽ തിരിഞ്ഞ് ഇത് വെള്ളം ചീറ്റി തീയണയ്ക്കുന്ന പ്രവർത്തന രീതിയാണിതിന്. തീപിടുത്ത സമയത്ത് തീയണയ്ക്കാൻ ഉപയോഗിക്കാം എന്നതിനൊപ്പം തന്നെ കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്താനും ഈ മെഷീൻ ഉപകാരപ്പെടും. CCN മലപ്പുറം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ താരങ്ങളായി പാവക്കൂട്ടങ്ങൾ. ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാവനാടകങ്ങൾ അരങ്ങേറിയത്. പ്രദർശനത്തിനെത്തിയവർക്ക് പാവനാടക കഥാപാത്രം ഉണ്ടാപ്പി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ മുൻനിർത്തിയും ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പാവനാടകമാണ് ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ NSS യൂണിറ്റ് തയ്യാറാക്കുന്നത്. 12 വിദ്യാർത്ഥികളാണ് അവതരണത്തിനായി പരിശീലനം നേടിയത്. പ്രശസ്ത പാവനാടക പരിശീലകൻ AK കൃഷ്ണകുമാറാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. വിദ്യാർത്ഥികളായ അനഘ, വിദ്യാശ്രീ, ഹിബ നഫ്ലത്ത്, മുബഷിറ എന്നിവരാണ് മേളയിൽ പങ്കെടുത്തത്. NSS പ്രോഗ്രാം ഓഫീസർമാരായ E ബൈജീവ്, T സുഷ എന്നിവർ നേതൃത്വം നൽകി. പാവനാടക തിയേറ്ററിന്റെ ഉദ്ഘാടന അവതരണം മെയ് 12 വൈകുന്നേരം 5 സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. ഈ പാവനാടക തിയേറ്ററിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് മാലിന്യമുക്ത ആശയം മുൻനിർത്തിയും ലഹരി വിരുദ്ധ സന്ദേശം മുൻനിർത്തിക്കൊണ്ടും ഒരു വർഷം 200ഓളം വേദികൾ പാവനാടക പ്രദർശനം നടത്തുകയും
അതിൻ്റെ ഭാഗമായിട്ട് 2 ലക്ഷത്തോളം ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് NSS യൂണിറ്റിലെ വളണ്ടിയേഴ്സ് ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ഈ പാവനാടകത്തിൻ്റെ ഉദ്ഘാടനം മെയ് 12-ാം തീയതി വൈകുന്നേരം സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നാഷണൽ സർവീസ് സ്കീമിൻ്റെ സ്റ്റേറ്റ് ഡയറക്ടർ ഡോക്ടർ അൻസർ AN ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഹയർ സെക്കൻഡറി വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ മാഡം മുഖ്യാതിഥിയായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച യൂണിറ്റായിട്ട് ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ മാസമാണ്. അതിന് പ്രധാനമായിട്ടും നമുക്ക് കാരണമായത് സ്നേഹാരാമം എന്ന് പറയുന്ന മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സ്നേഹാരാമം നിർമ്മിച്ചപ്പോഴാണ്. ആ സ്നേഹാരാമത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചേലേമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിനെ ഏറ്റവും മികച്ച യൂണിറ്റായി തിരഞ്ഞെടുത്തത്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ നവീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് 12-ന് ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച ഇൻഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനോദ്ഘാടനം ഇതോടൊപ്പം നടക്കും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ഗൈനക്കോളജി, ജനറൽ സർജറി, ENT, ഓർത്തോപീഡിക്സ് ഓപ്പറേഷൻ തിയേറ്ററുകളും കണ്ണ് ശസ്ത്രക്രിയയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടെയുമുള്ള പുതിയ തിയേറ്ററും നവീകരിച്ച ഓട്ടോക്ലേവ് സംവിധാനവും പ്രീ മെഡിക്കേഷൻ റിക്കവറി റൂമുകളും ഉൾക്കൊള്ളുന്നതാണ് തിയേറ്റർ കോംപ്ലക്സ്. നേത്ര ശസ്ത്രക്രിയ തിയേറ്ററിന് MP ഫണ്ടിൽ നിന്നാണ് 12 ലക്ഷം രൂപ അനുവദിച്ചത്. ബ്ലഡ് ബാങ്ക് ഫണ്ടിൽ നിന്നുള്ള 40 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 30 ലക്ഷം രൂപയും ഉൾപ്പെടെ 70 ലക്ഷം രൂപ ചിലവിലാണ് തിയേറ്ററുകൾ നവീകരിച്ചത്. മുൻപ് പഴയ ബ്ലോക്കിൽ 2 തിയേറ്ററുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കണ്ണിനും മുട്ടുമാറ്റൽ ശസ്ത്രക്രിയയ്ക്കുമുള്ള പ്രത്യേക തിയേറ്ററുകൾ ഉൾപ്പെടെ ഇത് 4ആയി മാറിയതോടെ ശസ്ത്രക്രിയ ആവശ്യമുള്ള രോഗികൾക്ക് കൂടുതൽ ആശ്വാസമാകും. ഡയാലിസിസ് യൂണിറ്റിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് 50 ലക്ഷം രൂപ ചിലവിൽ ETP പ്രവർത്തനോദ്ഘാടനം ഇതോടൊപ്പം നജീബ് കാന്തപുരം MLA നിർവഹിക്കും. പുനരുപയോഗം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള നൂതന അൾട്രാഫിൽട്രേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. കുറച്ച് വിഭാഗം ഇവിടെ ഓപ്പറേഷൻ നടത്തും, കുറച്ച് വിഭാഗം അവിടെ ഓപ്പറേഷൻ നടത്തും. അതിനെല്ലാം ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി HMCയിൽ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് കൂടുതലായിട്ട് ആവശ്യമായി വന്നു. ആ ഫണ്ട് നമ്മളെ ബ്ലഡ് ബാങ്ക്, നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്ക് നമുക്ക് 40 ലക്ഷം രൂപയാണ് അതിന് അനുവദിച്ചു തന്നു. ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളെല്ലാം ഒരു കുടക്കീഴിലേക്ക് നമ്മൾ ഈ WFC കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലഡ് ബാങ്ക് നമുക്ക് 40 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. MP-യുടെ ഫണ്ടിൽ നിന്ന് നമുക്ക് 12 ലക്ഷം രൂപ അനുവദിച്ചു തന്നു. ബാക്കി തുക അതിലേക്ക് ആവശ്യമായ ലൈറ്റുകളും, കാരണം ഇന്ന് നമുക്കറിയാം മോഡേൺ ഓപ്പറേഷൻ തിയേറ്ററുകൾ നമ്മുടെ തിരൂരിലും നിലമ്പൂരിലൊക്കെ സജ്ജമാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ തിയേറ്ററിനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ RMOയും സൂപ്രണ്ടൊക്കെ, അന്നത്തെ സൂപ്രണ്ടൊക്കെ നമ്മുടെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഓട്ടോക്ലേവ്, അതുപോലെ തന്നെ ലൈറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ പഞ്ചായത്തിന് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 70 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ 12-ാം തീയതി ബഹുമാന്യായ MP ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK മുസ്തഫ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ L ഷീനാലാൽ, RMO ഡോക്ടർ ദീപക് K വ്യാസ്, ഡോക്ടർ AK റൌഫ് തുടങ്ങിയവർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂടിക്കാഴ്ചയും കുടമാറ്റവുമായി തൂതപ്പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങി പുഴയോര ഗ്രാമങ്ങൾ. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല തിങ്കളാഴ്ചയും പൂരം ചൊവ്വാഴ്ചയും ആഘോഷിക്കും. AB വിഭാഗങ്ങളിൽ 15 വീതം ആനകൾ ഉത്സവത്തിന് അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പൂട്ടിക്കിടന്ന കെട്ടിടത്തിൽ നിന്നും 75 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണാർക്കാട് പോലീസ് പിടികൂടി. 1,39,500 ഹാൻഡ്സ് പാക്കറ്റുകളാണ് പോലീസ് സംഘം പിടികൂടിയത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ താരങ്ങളായി പാവക്കൂട്ടങ്ങൾ. ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പാവനാടകങ്ങൾ അരങ്ങേറിയത്. കഥകളി നടൻ കലാമണ്ഡലം കുട്ടിക്കൃഷ്ണന്റെ 60ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ പുറപ്പാട് നടന്നു. കുട്ടിക്കൃഷ്ണന്റെ 60 ശിഷ്യരാണ്
ഒരുമിച്ച് വിവിധ വേഷങ്ങളായി അരങ്ങിലെത്തിയത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.